ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ സഫാരി. ഇന്ന് ഞങ്ങൾ ഒരു ഹൈക്കിങ്ങിന് പോവാണ്. ഹൈക്കിങ് മൗണ്ട് ഹാലിഫാക്സിലാണ്. അതായത് ടൗൺസിലെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് മൗണ്ട് ഹാലിഫാക്സ്. ഇത് നമ്മൾ എന്നും പോകുന്ന പോലെയല്ല. ഇതൊരു 10 മണിക്കൂറോളം എടുക്കും നമ്മൾ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഏകദേശം വെളുപ്പിന് 3:30 വീട്ടിൽ നിന്ന് തിരിച്ചാണ്. ഇവിടെ 4:30 എത്തി. ഇപ്പം ഞങ്ങൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒരു 5 മിനിറ്റാണ് ഞങ്ങൾ കയറാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള നമ്മൾ പോകുന്ന ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഇതാണ് ഇൻസെക്റ്റിനുള്ള. ഇത് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇൻസെക്റ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഓക്കെ, വാക്കിംഗ് ട്രാക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എന്താന്ന് നോക്കട്ടെ. ഓക്കെ, ഹാലിഫാക്സിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ചയായി മഴ പെയ്തിട്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാനാണ് ഫ്രണ്ടിൽ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെങ്ങന്നൂർക്കാർക്ക് പൊതുവെ ഒരു ധൈര്യമുള്ള ആൾക്കാരാണല്ലോ. ഇവർക്കറിയാം. ബാക്കിയുള്ളവർ വരുന്നുണ്ട്. ഇത് മഴയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പോക്ക് നടക്കുമെന്ന്. ഇങ്ങനെ നമ്മുടെ പിള്ളേർ വരുന്നുണ്ട്. കണ്ടില്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് നല്ല ചിരിച്ചോണ്ടല്ല വരുന്നത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാം എങ്ങനെ പോകുന്നെന്ന്. മുല്ലപ്പൂ അല്ലടാ, പിച്ചിപ്പൂ. കണ്ടോ, പിച്ചിയല്ല, വള്ളിമുല്ല. ഓക്കെ, വള്ളിമുല്ലെങ്കിൽ വള്ളിമുല്ല. ഓണത്തിന് ഇവിടെ വന്നാൽ മതി. ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യത്തെ വെള്ളച്ചാട്ടമാണ്. ഇതും കടന്ന് നമ്മൾ പോണം. കൊള്ളാം. ഇതുവഴി പോകുന്നോണ്ടെയാണ് നമ്മൾ ഷൂ നനയാതെ പോണം. ഇതുവഴി ഇങ്ങനെ കയറി അങ്ങ് പോണം. ഫുഡാ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇതാണ്. വലിയ മഴയാണെങ്കിൽ നല്ല വെള്ളം കാണും. ഇപ്പം വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, ഇനി നമ്മൾ പോവാം. ബ്രോയെ കാണാനില്ലല്ലോ. ഉണ്ട്. നമ്മുടെ സോമൻ ബാക്കിൽ വരുന്നുണ്ട്. അയ്യോ, പഴയ ആദ്യത്തെ ആ സ്മാർട്ട്നെസ് എല്ലാം അങ്ങ് പോയി ജോബിയുടെ. നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3/4 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇനിയും ബാക്കി കിടക്കുകയാണ്. യൂസ്ഫുൾ. അട്ട കാലേ പിടിച്ചു. നട്ട കാലയിരിക്കുക.
ആ മറ്റേത് അടിച്ചാൽ മതിയോ? അതപ്പല്ലടിച്ചു നോക്കാം. ഇതെടുത്തേ. കപ്പലല്ലേ? ആ തട്ടിക്കളഞ്ഞി. ബ്രോ അടിപൊളി. തകർത്തോ. ഈ റോപ്പയിൽ പിടിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. കണ്ടോ റോപ്പ് കണ്ടോ? ഇതുവഴി അകത്തോട്ട് പോകണം. അപ്പൊ ഈ മനോഹരമായ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങനെ കഴിക്കാൻ പോവാണ്. ഫുഡെല്ലാം റെഡിയാണ്. ഇത് കണ്ട ഇതാണ് റോപ്പ് ഫോൾസ്. ഈ റോപ്പ് കണ്ടോ? ഈ റോപ്പ് ഇട്ടേക്കുന്നതുകൊണ്ടാണ്. അല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. കുളിക്കാൻ നല്ലതാണ്, അടിപൊളിയാണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയായിരിക്കും കുളിക്കുന്നത്. റെസ്റ്റിംഗ് ടൈമാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മുട്ടയും ചപ്പാത്തിയും മുട്ടക്കറിയാണ്. ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ വേസ്റ്റാണിത്. ഇത് ഞങ്ങൾ എടുക്കും. ഞങ്ങളുടെ ബാഗിനകത്ത് എടുത്തോണ്ട് പോയി. ഇവിടെ ഒരു വേസ്റ്റ് വിടാൻ പാടില്ല. സൂക്ഷിച്ചു പോണേ. വെരി കെയർഫുൾ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ പോവുക. എൻ്റെ ഈ അടയാളമാണ് നമ്മുടെ ഇത് വെച്ചങ്ങ് പോവുകയാണ്. പിന്നെ നമ്മുടെ മാപ്പുണ്ട്.
ജോബിച്ചാക്കോടെ മഞ്ഞ സഞ്ചിയിൽ വേസ്റ്റ് ആണ്, ഫുഡ് കഴിച്ചതിന്റെ വേസ്റ്റാ. അയ്യോ അയ്യോ, ഇത് വേറെ ഒരെണ്ണം. ഇതുവഴി ഇറങ്ങി അങ്ങോട്ടങ്ങ് പോയപ്പോ ഈ പാറ മൊത്തം തെന്നി കിടക്കുക. പോകുന്ന വഴിക്ക് വടി മറന്നുപോയി. ഇതാ തിരിച്ചെടുക്കാൻ പോയതാ. ഇതാ അങ്ങനെ നമ്മളെ ഹൈ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ. വയ്യ. Na. അയ്യോ അയ്യോ. അങ്ങനെ ഞങ്ങള് വേറൊരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വന്നു. ജോബി ഇത്രയേ ഉള്ളു. ഇവൻ കഴിക്കാൻ വേണ്ടിയാ വന്നത് കേട്ടോ. ഫ്ലാറ്റ് റോക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഫ്ലാറ്റ് റോക്ക്. ഇത് വല്ലാത്തൊരു വഴിയാണ്. അതായത് സിഗ്നൽ കണ്ടില്ല. അതുകൊണ്ട് ഇതിനകത്തൂടെ ഇങ്ങനെ പോയി. അതുകൊണ്ട് അപ്പം ഫ്രണ്ട്സ്, നമ്മൾ റോക്കി ക്രീക്കിൽ എത്തിയിരിക്കുകയാണ്. ഇനി എത്ര നേരം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒത്തിരി മുള്ളുണ്ട്, ഭയങ്കരമാണ്. കണ്ടില്ലേ, ഭയങ്കരം കാടാ. എൻ്റെ നമ്മുടെ ബ്രോ എന്തി നേരെയാണോ? ഇനിയും റോപ്പുണ്ട്. റോപ്പെ പിടിച്ചു വേണം പോവാൻ. ഭയങ്കരം.
അങ്ങനെ നമ്മളെ ബ്രൈഡൽ ഫോൾസിലെത്തിയിരിക്കുകയാണ്. ക്യാമ്പ് 1. വാട്ടർ പോയിന്റ് അണ്ണം വരുന്നു. You back? Hi. You've got probably another 400 meters elevation climbing and 1.6 k's to go. It's a tough climb, Yeah. but it's good view at the top. Good boy, huh? Oh, then okay. Oh yeah. Okay. It's an amazing view. Yeah. Thank you. Don't give up. Welcome. Keep going. Bye. Yeah, it's a challenge, but it's worth it. എന്തോ താഴ്ചയപ്പ. ഇത് തന്നെ വഴി ഇത് തന്നെയാ. വേണ്ട. അയ്യോ അയ്യോ ഞങ്ങൾ ഏകദേശം 75% കവർ ചെയ്തു. ഇനി 25% കൂടെ ഉള്ളു. ഓക്കെ. ഓ ബ്രോ അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ? ഇതെല്ലാം ചെയ്യണോ ഇല്ലയോ? വല്ലപ്പോഴും ഇനി 100 മീറ്ററും കൂടെ ഉള്ളു നമ്മളെത്താൻ. ഏകദേശം എത്തിക്കഴിഞ്ഞു. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ വെള്ളം ഓരോരുത്തരും 6 ലിറ്റർ വീതം എടുത്തായിരുന്നു. അതാണ് ഈ ബാഗിനകത്ത്. ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പിന്നെ ഞങ്ങൾ പേര് സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി ലഞ്ച് മുകളിൽ ചെന്നിട്ട് കഴിക്കണം. ഒറ്റയൊരു കാര്യമേ ഉള്ളൂ, ഇത് കഴിച്ചിട്ട് വേസ്റ്റ് നമ്മൾ ചുമ്മിക്കൊണ്ട് പോകണം. തിരിച്ച് അങ്ങ് വീട്ടിൽ കൊണ്ടുപോയി കളയണം. അത്രയേ ഉള്ളൂ. ഓക്കെ. തിരിച്ച് പോകുന്ന വഴി കുളിക്കണം. ഏകദേശം മുകളിലാകാറായി. അയ്യോ ഇത് ഏറ്റവും ലാസ്റ്റാണിത്. ഇത് ഇച്ചിരി പാടാണ്. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ എക്കോ ഹില്ലിൽ എത്തിയിരിക്കുകയാണ്. നല്ല വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഗ്ലെൻസ് വേ. എൻ്റെ അമ്മോ, ഓഹോ.
അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4 മണിയായി ടൈം. ഞങ്ങൾ വെളുപ്പിന് 5:30 സ്റ്റാർട്ട് ചെയ്താ. 5 മിനിറ്റ് റെസ്റ്റാ. വലിയൊരു ടാസ്ക് ആയിരുന്നു. ഞങ്ങളങ്ങനെ റോക്ക് പൂളിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം 5 മണിയായി. ഇനി ഞങ്ങളൊന്ന് കുളിക്കാൻ പോവാണ്. ഒന്ന് ഫ്രഷായിട്ട് ഇനി 1 മണിക്കൂറും കൂടെയുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു നല്ല അടിപൊളി ഒരു കുളിയെല്ലാം കഴിഞ്ഞു, ഫ്രഷായി. ഇനി ഞങ്ങൾ പോവാണ്. ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. ഏകദേശം 5:30 ഇറങ്ങുമ്പോഴത്തേക്ക് ഇരുട്ടും. ഓക്കെ. അപ്പം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഹൈക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഹാലിഫാക്സിലേക്കുള്ള ഹൈക്കിംഗ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഒത്തിരി ഭയങ്കര പാടാണ്. എല്ലാം റോപ്പേലാണ് കൂടുതലും നമ്മൾ പോകേണ്ടത്. നല്ല എക്സ്പീരിയൻസ് വേണം അതിനെല്ലാം. പക്ഷെ ഞങ്ങൾ 2-3 നടത്ത് ഞങ്ങൾക്കൊന്ന് സ്ലിപ്പായി. അല്ലാതെ ദൈവം അനുവദിച്ച് ഞങ്ങൾക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഭയങ്കര റിസ്ക്കാണ്. വെള്ളം മസ്റ്റായിട്ട് വേണം. വെള്ളം ഞങ്ങൾ 3 പേരും കൂടെ 15 ലിറ്റർ വെള്ളമാണ് കൊണ്ടുപോയത് ഈ ബാഗിനകത്ത്. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പിന്നെ ഗ്ലൗസ് വേണം, ഹൈക്കിംഗ് ഷൂവ്, പിന്നെ സ്റ്റിക്ക് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. കണ്ണാടി, സൺഗ്ലാസ്, നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മസ്റ്റായിട്ട് വേണം. നമ്മൾ വേറൊരു കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈമിങ്. ഞങ്ങൾ 5:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ ഹാലിഫാക്സിൽ ചെന്നത് 12 മണിക്ക്. അതായത് അവിടെ 2, 3, 4 വ്യൂ പോയിന്റ് ഉണ്ട്. ഞങ്ങൾ 2 പോയി, 2 പോയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 12 മണിക്ക് തന്നെ തിരിച്ചിറങ്ങണം. എന്നാലേ ഞങ്ങൾ ഈ സമയത്ത് 6 മണിക്ക് നമുക്കിവിടെ വരാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് കറക്റ്റായിട്ട് ടൈമിംഗ് നമ്മളതൊന്ന് നോക്കിക്കോണം. ടൈമിങ്ങിൽ നമ്മൾ അവിടെ ചെന്നിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ 12 മണിയാവുന്നതിന് പകുതിയാണെങ്കിലും നിങ്ങൾ തിരിച്ചിറങ്ങിക്കോണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം മസ്റ്റായിട്ട് ആ കാര്യം ഒന്ന് നോക്കിക്കോണം. 12 മണിക്ക് മുന്നേ നിങ്ങൾ അവിടെ കയറാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.